2023 നവംബറിൽ ഉഗാണ്ടയോട് 5 വിക്കറ്റിന് തോറ്റ് 2024 T20 ലോകകപ്പിനുള്ള ലാസ്റ്റ് ബസ് മിസ്സാകുമ്പോൾ സിംബാബ്വേയെ വലിയ നാണക്കേടിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന ഹൃദയഭാരത്തോടെയാണ് സിക്കന്ദർ റാസ അന്ന് മൈതാനം വിട്ടത്. തൊട്ടുപിന്നാലെ ജീവിതത്തിലും വിധി ആ മനുഷ്യനെതിരായി. 13 വയസ്സുകാരനായ സഹോദരന്റെ മരണം റാസയെയും കുടുംബത്തെയും തകർത്തു കളഞ്ഞു. 27 മാസങ്ങൾക്കിപ്പുറം സാക്ഷാൽ ഓസീസിനെ പുറത്താക്കി T20 ലോകകപ്പ് സൂപ്പർ 8 ടിക്കറ്റ് എടുത്ത സിംബാബ്വേയുടെ അമരത്ത് അതേ റാസ തന്നെയാണ്. കാലം മുറിവിന് മരുന്നാകും. ചീത്ത നേരത്തിന് ശേഷം അവർക്കിതാ നല്ല നേരമുണ്ടാകും. T20 ലോകകപ്പിലെ കറുത്ത കുതിരകൾ ആരെന്ന പ്രവചനങ്ങളിലൊന്നും സിംബാബ്വേയുടെ പേരുണ്ടായിരുന്നില്ല. എന്നിട്ടും ശ്രീലങ്കയും ഓസ്ട്രേലിയയും ഉൾപ്പെട്ട ഗ്രൂപ്പ് ബിയിൽ നിന്ന് അവർ അവസാന 8ലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അയർലൻഡുമായുള്ള മത്സരം മഴയെടുത്തതോടെയാണ് സിംബാബ്വേയുടെ സൂപ്പർ 8 പ്രവേശം ഉറപ്പായത്. പുറത്തായതാകട്ടെ മൈറ്റി ഓസീസ്. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ 8 വിക്കറ്റിനും രണ്ടാം മത്സരത്തിൽ ഓസീസിന് 23 റൺസിനും ഇപ്പോഴത്തെ ശ്രീലങ്കയെയും തകർത്ത് തല ഉയർത്തിയാണ് അവസാന 8ലേക്കുള്ള അവരുടെ എൻട്രി. അട്ടിമറിയല്ല, ആധികാരികം തന്നെയാണ് അവരുടെ തിരിച്ചുവരവ്. ഏതൊരു വമ്പൻ ടീമിനെയും വിറപ്പിക്കാൻ പോകുന്ന ഒരു ഭൂതകാലമുണ്ട് സിംബാബ്വേക്ക്. 1997 ഇംഗ്ലണ്ടിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി നാണം കെടുത്തിയ, 1999 ലോകകപ്പിൽ ഇന്ത്യയെയും ദക്ഷിണാഫ്രിക്കയെയും വീഴ്ത്തിയ, 2007 കന്നി T20 ലോകകപ്പിൽ ഓസീസിനെ ഞെട്ടിച്ച തീർത്തും അൺപ്രഡിക്റ്റബിൾ ആയൊരു ടീം. ആൻഡി ഫ്ലവറും ഹീസ്ട്രീക്കും മുതൽ ഹെൻറി ഒലോങ്കയെയും ബ്രണ്ടൻ ടൈലറിനെയും എല്ലാം ക്രിക്കറ്റിന് നൽകിയ നാട്. കളത്തിൽ മാത്രമായിരുന്നില്ല അവരുടെ പോരാട്ടങ്ങൾ. ആഭ്യന്തര യുദ്ധങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത, സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, കടക്കിണി എന്നിങ്ങനെയുള്ള എതിരാളികളോടും ജയിച്ചു കയറി വേണമായിരുന്നു അവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ. അതിനാൽ തന്നെ 90കളിൽ നിന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ സിംബാബ്വേയുടെ പ്രതാപകാലം പലപ്പോഴും ഓർമ്മകളിൽ മാത്രമായി. ഇടയ്ക്ക് തിരിച്ചുവരവിന്റെ മിന്നലാട്ടങ്ങൾ കണ്ടെങ്കിലും അതൊന്നും നിലനിന്നില്ല. 2019, 2023 ഏകദിന ലോകകപ്പുകളിൽ അവർക്കിടം ലഭിച്ചില്ല. T20 ഏറ്റവും ഉയർന്ന ടോട്ടൽ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അതേ വർഷം തന്നെ T20 ലോകകപ്പിന് യോഗ്യത ലഭിക്കാതെ പുറത്തായി എന്ന അപൂർവതയും അവരെ തേടിയെത്തി. 2024 T20 ലോകകപ്പിന് യോഗ്യത നേടാനാകാത്ത ഏക ICC ഫുൾ മെമ്പർ രാജ്യം എന്നത് ഇക്കാലയളവിൽ അവർ നേരിട്ട വലിയ തിരിച്ചടിയായിരുന്നു. 2 പതിറ്റാണ്ടായി വെന്റിലേറ്ററിലായിരുന്ന ഒരു ക്രിക്കറ്റിംഗ് രാജ്യം അന്ത്യശ്വാസം വലിക്കുന്നുവെന്ന് ക്രിക്കറ്റ് പണ്ഡിതർ വിലയിരുത്തി. പക്ഷേ ഒരുപാട് യുദ്ധങ്ങൾ അതിജീവിച്ച ഷെവറോൺസിന് പോരാട്ടം ബാക്കിയുണ്ടായിരുന്നു. സൂപ്പർ 8 യോഗ്യത ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ സ്റ്റോപ്പാണ്. യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ദൂരം ഇനിയുമുണ്ട് എന്നായിരുന്നു ചരിത്ര നേട്ടത്തിൽ ക്യാപ്റ്റൻ റാസയുടെ ആദ്യ പ്രതികരണം. ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഏത് ടീമിനോടും മുട്ടാൻ തയ്യാറാണെന്ന് അവരുടെ T20 ലോകകപ്പിലെ ഇതുവരെയുള്ള ഇന്റൻഷനിൽ നിന്ന് വ്യക്തം. ഓപ്പണർ ബ്രയാൻ ബെന്നറ്റ്, ഓൾറൗണ്ടർ ബ്രാഡ് ഇവാൻസ്, മീഡിയം പേസർ മുസരബാനി എന്നിവർ മികച്ച ഫോമിലാണ്. ഒപ്പം ക്യാപ്റ്റന്റെ തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സ്. സൂപ്പർ 8ൽ ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, വിൻഡീസ് എന്നിവരുൾപ്പെട്ട മരണ ഗ്രൂപ്പിലാണെങ്കിലും അടങ്ങാത്ത പോരാട്ട വീര്യത്തിന്റെ മാജിക്ക് അവരിൽ നിന്ന് ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവസാന T20 ലോകകപ്പ് കളിക്കുന്ന റാസ മികച്ചൊരു ഫെയർവെൽ അർഹിക്കുന്നുണ്ട്. കളത്തിലെ എതിരാളികൾക്കപ്പുറത്ത് പലതിനോടും പോരാടി വരുന്ന ഈ ടീം നല്ലൊരു ടൂർണമെന്റ് അർഹിക്കുന്നുണ്ട്. തോൽവികളിൽ മനം മടുക്കാതെ ഗാലറികൾ സിംബാബ്വേയുടെ ദേശീയ പതാക എന്തുന്ന ആരാധകർ ഇതിലുമേറെ അർഹിക്കുന്നുണ്ട്. ഈ ടീം വെറുമൊരു ടീമല്ല, അതിജീവനത്തിന്റെ മറുപേരാണ്. കാലം അവർക്ക് കാവ്യനീതി നൽകട്ടെ.